എനിക്കേറെ പ്രിയങ്കരരായ കേരളത്തിലെ മുഴുവൻ HSST ഉദ്യോഗാർത്ഥികളെ, നിങ്ങളേവരും വളരെയധികം പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും കാത്തിരുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട എക്സാമിനേഷൻ ഇതാ വന്നെത്തിയിരിക്കുകയാണ്. അത് ഡിസംബർ മാസം 31-ാം തീയതിയാണ്. കേരളക്കരയാകെ ആഞ്ഞു വീശുന്ന ഒരു ചുഴലിക്കാറ്റായിട്ട് ഈ HSST നോട്ടിഫിക്കേഷൻ മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാലാകാലങ്ങളായി ബിരുദവും ബിരുദാനന്തര ബിരുദവും അസോസിയേറ്റഡ് ബിരുദവും പ്രൊഫഷണൽ ബിരുദവും എല്ലാം നേടി യോഗ്യതകളുടെ ഒരു വലിയ മാല കോർത്ത് അത് കഴുത്തിലിട്ട് സഞ്ചരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വളരെയേറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിജ്ഞാപനമാണ് ഈ വരാൻ പോകുന്ന HSST, നാളെ വരാൻ പോകുന്ന HSST നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. 2026 നിങ്ങൾക്ക് ഏവർക്കും ഭാഗ്യമുള്ള ഒരു വർഷമായി മാറും. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ അരങ്ങിലേക്ക് എത്താൻ കഴിയുന്ന ആദ്യത്തെ പാലം അല്ലെങ്കിൽ ആദ്യത്തെ കടമ്പ പബ്ലിക് സർവീസ് കമ്മീഷൻ നോട്ടിഫിക്കേഷനിലൂടെ ഡിസംബർ 31-ന് ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് ഇറക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ HSST നിങ്ങളുടെ മുമ്പിൽ പറയുന്ന എന്തൊക്കെയാണ് സാധ്യതകൾ എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ നോക്കാം. 2020-ലെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, 2023-ലെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, ഇത് രണ്ടും വളരെ ശക്തമായി ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണം എന്നതിനെക്കുറിച്ച് വാദിക്കുകയുണ്ടായി. ഹയർ സെക്കൻഡറി തസ്തിക എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് ഹൈസ്കൂൾ എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി ചേർത്തുകൊണ്ട് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഇൻ്റഗ്രേഷനെ ഏറ്റവും അധികം പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു റെക്കമെൻഡേഷനാണ് ഖാദർ കമ്മിറ്റി റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ വളരെ ആശങ്കയോടുകൂടിയാണ് ഈ വാർത്ത കേട്ടിരുന്നതെങ്കിലും ഈ വരാൻ പോകുന്ന HSST എക്സാമിനേഷന് അതൊരു പുത്തൻ ഉണർവാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്താണ് ആ പുത്തൻ ഉണർവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കേറെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യപരമായ വസ്തുത എന്ന് പറയുന്നത്, ഒരുപക്ഷെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ കേരളത്തിൽ HSA പോസ്റ്റുകൾ ഇല്ലാതാവുകയും എല്ലാവരും ഹയർ സെക്കൻഡറി 9, 10, 11, 12 ക്ലാസ്സുകളിൽ പഠിപ്പിക്കേണ്ട അധ്യാപകരുടെ യോഗ്യതകൾ ഒന്നായി മാറുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും വരാൻ പോകുന്ന HSST എക്സാമിനേഷൻ നിങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തത്, ഇതൊരു സ്റ്റേറ്റ് ലെവൽ എക്സാമിനേഷൻ ആണ്. HSA ആയാലും LPSC ആയാലും UPSC ആയാലും അത് ഡിസ്ട്രിക്ട് വൈസ് എക്സാമിനേഷൻ ആയി. എന്നാൽ ഇവിടെ സ്റ്റേറ്റ് ലെവൽ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സാധ്യത ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കാണ് നിങ്ങൾ പരീക്ഷ എഴുതി ജോലിക്ക് കയറാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ HSA എന്ന് പറയുന്ന ഒരു എക്സാമിനേഷനേക്കാൾ കൂടുതൽ നിയമനം സാധ്യമാകുന്ന ഒരു കോഴ്സ് കൂടിയാണ്. പരിമിതമായ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രമേ അതിനകത്തുണ്ടാകൂ എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. മൂന്നാമത്തത്, ഇതിൻ്റെ പ്രൊമോഷൻ സാധ്യത എന്ന് പറയും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു ഹയർ സെക്കൻഡറി സീനിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസറ്റഡ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അതായത് പച്ചമഷി ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളത്. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗസറ്റഡ് റാങ്കിലുള്ള ആൾക്കാരെ കാണാൻ പോകുന്നു, ഉദ്യോഗസ്ഥരെ കാണാൻ പോകുന്നുവെങ്കിൽ ഇനി ആരെങ്കിലും അറ്റസ്റ്റ് ചെയ്യാൻ അറ്റസ്റ്റേഷൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ ഒരു 4-5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കഴിയും. അതാണ് ഈ തസ്തികയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പല സാധ്യതകളും ഇതിനകത്തുണ്ട്. പ്രൊമോഷൻ, തസ്തികയിലേക്ക് വളരെ വേഗം പ്രൊമോഷൻ ഉണ്ടാകുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. പല ജില്ലകളിൽ നമുക്ക് ജോലി ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യമുണ്ട്. അങ്ങനെ നിരവധി അനവധി പ്രത്യേകതകൾ ഈ കോഴ്സിൻ്റെ സാധ്യത കൂടുതലായി എടുത്തു കാണിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതുവരെ പറഞ്ഞതിനേക്കാൾ ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ മാത്തമാറ്റിക്സ് ആണ് നിങ്ങളുടെ വിഷയമെങ്കിൽ നിങ്ങൾ ആ വിഷയത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷനും ആ വിഷയത്തിൽ സെറ്റും ആ വിഷയത്തിൽ ചിലപ്പോൾ നെറ്റും PhDയും ഒക്കെ ഉള്ളവരായിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയത്തിലുള്ള അഗാധമായ പാണ്ഡിത്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്.
മാത്രവുമല്ല ആ വിഷയത്തെ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ വളരെയധികം സ്നേഹത്തോടു കൂടി കൊണ്ടു നടക്കുന്ന, നിങ്ങൾ അറിയപ്പെടുന്നത് പോലും ആ വിഷയത്തിൻ്റെ അല്ലേ. ഇപ്പോൾ മാത്സ് ലതിക ടീച്ചർ എന്ന് നമ്മൾ പറയാറില്ലേ, ഫിസിക്സ് രാധാമണി ടീച്ചർ എന്ന് നമ്മൾ പറയാറില്ലേ, ഹിസ്റ്ററി വിജു സാർ എന്ന് നമ്മൾ പറയാറില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ആ സബ്ജക്റ്റിനോട് ചേർത്ത് വിളിക്കുന്ന ഒരു പേരായിട്ട് നിങ്ങൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ സ്വന്തം സബ്ജക്റ്റിൽ നിന്നും 70% സബ്ജക്റ്റ് മാർക്കും 10% അതിൻ്റെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഉൾപ്പെടെ 80% വരെ നിങ്ങളുടെ സ്വന്തം സബ്ജക്റ്റിൽ നിന്നും ചോദിക്കുന്ന ഒരു എക്സാം കൂടിയാണിത് എന്നുള്ള കാര്യം കൃത്യമായും നിങ്ങൾ മനസ്സിലാക്കുക. അത് സാധ്യത വളരെയേറെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതാണ് എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി സാധാരണഗതിയിൽ ഹൈസ്കൂളിലും LPSA UPSA പോലെ ഡിവിഷൻ ഫാൾ കുറവാണ് എന്നുള്ളതും HSSC തസ്തികയിലേക്ക് എത്തുവാനുള്ള സാധ്യത വളരെയേറെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി നോക്കുക, ഇവിടെ ബേസിക് പേ നോക്കുക. ഇവിടെ HSST 2025 സാധ്യത അനുസരിച്ചുള്ള ബേസിക് പേ എന്ന് പറയുന്നത് ഈ HSST സീനിയേഴ്സിന് 55,200 ടു 1,15,300, ജൂനിയറിന് 45,600 ടു 95,600 എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ബേസിക് പേയുടെ കൂടെ അലവൻസ് മറ്റു കാര്യങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അതിനെയാണ് നമ്മൾ ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. ഞാൻ മറ്റു പല വീഡിയോകളിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, ഒരു ജൂനിയറായിട്ട് കയറിയാൽ പോലുമുള്ള സാലറി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ദിവസം 3 പീരീഡ് അല്ലെങ്കിൽ 4 പീരീഡ് മാക്സിമം പഠിപ്പിച്ചാൽ ഇതാണ് നിങ്ങളുടെ ബേസിക് പേ എങ്കിൽ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇലക്ഷൻ ഡ്യൂട്ടിയൊക്കെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തസ്തികയിലേക്കാണ് നിങ്ങൾക്ക് വരുന്നത്. അതൊക്കെ വളരെ സാധ്യതയുണ്ടാക്കുന്നതാണ് നിങ്ങളുടെ ബേസിക് പേ എന്നുള്ള കാര്യം കൃത്യമായി ഓർത്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടേഷൻ സാധ്യത. അപ്പോൾ നിങ്ങൾ ഹയർ സെക്കൻഡറി സീനിയർ ആകുമ്പോൾ ഗസറ്റഡ് റാങ്ക് ആണ് എങ്കിൽ നിങ്ങൾ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ ഡെപ്യൂട്ടേഷൻ സാധ്യതകളിലേക്ക് നിങ്ങൾക്കൊരു വലിയ വിശാലമായ ലോകം കൂടി തുറന്നു കാണിക്കുന്നു. പലരും അത് പലപ്പോഴും ഉപയോഗപ്പെടുത്താറില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പല തലങ്ങളിലേക്ക് നിങ്ങൾക്ക് ഡെപ്യൂട്ടേഷൻ സാധ്യതകൾ വളരെയേറെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സ്വാഭാവികമായും അതും ഹയർ സെക്കൻഡറി പോസ്റ്റിന്റെ ഒരു വലിയ സാധ്യത കൂടിയാണ്. 60 വയസ്സ് വരെയാണ് ഈ തസ്തിക എന്ന് പറയുന്നത്. 1,00,000 മുകളിലാണ് സീനിയർ ആയിട്ടുള്ള HSST അധ്യാപകർ പലരും ഇന്ന് സാലറി വാങ്ങിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 60 വയസ്സാണ് ഇവിടുത്തെ പെൻഷൻ അല്ലെങ്കിൽ റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. അതും നിങ്ങളുടെ സാധ്യത വളരെയേറെ കൊണ്ടുപോകും. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു സെക്യൂരിറ്റിയെ വളരെയധികം കാണിക്കുന്ന ഒരു വലിയ സാധ്യതയുള്ളതാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കൊണ്ട് ഒരുപാട് പഠിച്ചിട്ടുള്ള കുട്ടികളാണ് എങ്കിൽ ഇവിടെ നോക്കുക, PhDക്ക് നമുക്ക് 4 മാർക്ക് ഗ്രേസ് ഉണ്ട് PhDക്ക്. ഇനി PDF എന്ന് പറയുന്നത് പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പിന് അതിന് 2 മാർക്ക്. PhD പ്ലസ് PDF ഉണ്ട് എങ്കിൽ 4+2 6 മാർക്ക് അവിടെ ഗ്രേസ് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇനി PG മാർക്കിന്റെ വെയിറ്റേജ് പല തലങ്ങളിലുണ്ട്. PG മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ടോ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇനി ഇപ്രാവശ്യം MPhilന് മാർക്ക് കൊടുക്കുന്നുണ്ടോ എന്നറിയില്ല, എങ്കിലും ഞാൻ പറയുകയാണ്, MPhil പ്ലസ് PhDക്ക് എത്ര മാർക്ക്? 5 മാർക്ക് കൊടുക്കുന്നു എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇതൊക്കെ ഗ്രേസിന്റെ കാറ്റഗറൈസേഷൻ ആണ്, ഗ്രേസ് മാർക്കിന്റെ കാറ്റഗറൈസേഷൻ ആണ്, വെയിറ്റേജിന്റെ കാറ്റഗറൈസേഷൻ ആണ്. അപ്പോൾ ഇത്രയും സാധ്യതകളുള്ള ഒരു തസ്തികയുടെ നോട്ടിഫിക്കേഷൻ ആണ് നാളെ വരാൻ പോകുന്നത്. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ സംശയങ്ങൾ തീർക്കാനും നിങ്ങളെ മികച്ച വിജയസോപാനത്തിലേക്ക് എത്തിക്കാനും കഴിയുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഓൺലൈൻ ആപ്പായിട്ടുള്ള, കേരളത്തിലെ ഏറ്റവും വലിയ ടീച്ചിങ് എക്സാമിനേഷൻ ആപ്പായിട്ടുള്ള എൻട്രി എന്ന് പറയുന്ന ഹിമാലയൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളെ വിജയസോപാനത്തിലേറ്റാൻ ഞങ്ങൾ കഴിയുന്ന പരമാവധി ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. മുൻ വർഷത്തെ റിസൾട്ടുകൾ അതെല്ലാം നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ പരിശോധിക്കാം. അതിൽ നിന്നുമെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്ന ഒരേ ഒരു പേര് എൻട്രി ആണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. സോ ജോയിൻ നൗ.